ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഞായറാഴ്ചയായിട്ട് പള്ളിയിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം നമ്മുടെ പാവയ്ക്ക തോട്ടമല്ല, ഒരിച്ചിരി 2-3 അവിടെ ഇവിടെ നിൽപ്പുണ്ട്, കുഞ്ഞത്. അപ്പോൾ അതിനൊക്കെ പേപ്പർ നമ്മളിങ്ങനെ കുമ്പിളൂത്തി ഇടത്തില്ലേ, അതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. അപ്പോൾ ഇതാണ് സംഭവം. അങ്ങോട്ട് സൂം ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്നില്ല, അത്രയും കണ്ണിൽ പോലും പിടിക്കാത്ത സംഭവമാണ്. ഇങ്ങനെ ഇതിനകത്ത് പിടിച്ചപ്പോൾ കണ്ടപ്പോഴത്തേന് നല്ലൊരു സന്തോഷം തോന്നി. അപ്പോൾ നമ്മുടെ കൂടെ പപ്പയുണ്ട്, അമ്മൂസൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരെയും നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ 2-3 ഉള്ളൂ. അതാണ് നമ്മുടെ വീടും പരിസരമൊക്കെ. അപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മളിറങ്ങി വീടും പരിസരമൊക്കെ വൃത്തിയാക്കും പറ്റുന്ന രീതിയിൽ. അതുകൊണ്ട് കുഞ്ഞൊരാളിവിടെ നിൽപ്പുണ്ട്. ആദ്യമേ ബ്ലറായി, ഇപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീരെ കുഞ്ഞനാണ്. വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, അതിൻ്റെ കറക്റ്റ് വലിപ്പമൊന്നും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരത്തില്ല. അപ്പോൾ പപ്പ ആദ്യം തന്നെ താഴത്തെ ചവറെല്ലാം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് നോക്കാം. കണ്ടു വെച്ചാലേ നമുക്ക് പേപ്പർ കുത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വേറൊരാൾ അങ്ങനെ വേറൊരു കുഞ്ഞിനെ കണ്ടിരിക്കുകയാണ്. ഇത് വെറും പൊടി കേട്ടോ, അതിനകത്ത് പേപ്പർ കുത്തിയിടാൻ പറ്റുമോ അറിയാൻ വയ്യ. ചിലപ്പോൾ തണ്ട് പൊട്ടിപ്പോയേക്കാം. അതൊക്കെ നമുക്ക് ഇനി നോക്കാം. കണ്ടില്ലേ, ഇതാണ് ഞങ്ങളുടെ ആകെയുള്ള പാവയ്ക്ക ചെടി. അപ്പോൾ വേണ്ടേ വേറൊരാളെയും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടി നമ്മളിങ്ങനെ ഓരോ സ്ഥലം ഇങ്ങനെ കാണിക്കുമ്പോഴാണ് ഓരോന്ന് കണ്ടുപിടിക്കുന്നത്. ആകെ ഞങ്ങൾ മുകളിൽ കയറി വന്നപ്പോൾ 3 കണ്ടുള്ളായിരുന്നു, ഇപ്പോൾ 4-5 അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരിതാണ്. അപ്പോൾ നമ്മൾ നിങ്ങളിലോട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കൃഷികളുണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യണം. താഴെ നിൽക്കുന്നുണ്ട്, നമ്മൾ മുളക്, വെണ്ട, അങ്ങനത്തെ പല ഐറ്റംസും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവന് ആദ്യമേ പേപ്പർ കുത്തിയിടണം. തൊട്ടാൽ പൊളിഞ്ഞു പോകുമോ എന്നറിയാൻ വയ്യ, പേടിച്ചാണ് ഞാനത് തൊടുന്നത്. ഞായറാഴ്ച ദിവസം പള്ളിയിലൊക്കെ പോയിട്ട് വന്ന് നമ്മൾ ആഹാരമെല്ലാം കഴിച്ചതിന് ശേഷം പറമ്പിലോട്ടൊന്ന് ഇറങ്ങി. അപ്പോൾ നമ്മുടെ അമ്മൂസ് പേപ്പറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുത്തി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയാണ് സംഭവം കുത്തിയിടുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഞാൻ വീഡിയോയിലൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാനും ഒന്ന് കുത്തി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനങ്ങോട്ട് പേപ്പർ വെച്ച് കുത്തിയിട്ട് കൈയെടുക്കുന്നതിന് മുന്നേ തന്നെ ആ പേപ്പർ താഴെ വീണു. അത് നമുക്ക് വാക്കില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ഒത്തിരി ബലം കൊടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ആ തണ്ട് പൊട്ടി പാവയ്ക്ക കയ്യിലിഞ്ഞ് വരും. എന്നാലും ഞാൻ വിട്ടു കൊടുത്തില്ല. ഞാൻ 1-2 കുത്തി, പേടിച്ചാണ് കുത്തിയത്. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ ഞായറാഴ്ചത്തെ വിശേഷം നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ഇന്നത്തെ മെയിൻ ഉദ്ദേശം. അപ്പോൾ ഏകദേശമൊക്കെ ഞങ്ങൾ കുത്തി കഴിയാറായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തോനെയൊന്നുമില്ല, 5-6 ഉള്ളായിരുന്നു. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കൂടി ഒന്ന് നോക്കിക്കളയാം. ഇതിനകത്ത് പാവയ്ക്ക എങ്ങനെ ഇരിക്കുന്നതെന്ന് കൂടി നമുക്കൊന്ന് നോക്കിയേക്കാം. ഇത് ഞാൻ കുത്തിയതാണ്. അതിൻ്റെ അതിനകത്ത് കാണാനുണ്ട്, ഒരു ചെവും ചേലില്ലാത്ത രീതിയിൽ ഞാൻ കുത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആളെ ഇപ്പോഴാണൊന്ന് നല്ലോണക്ക് കാണാൻ പറ്റിയത്. കണ്ടില്ലേ, സേഫായിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഇതിൻ്റെ താഴെയുള്ള പരിസരങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ആൾ അമ്മൂസാണ്. അമ്മൂസ് തൂത്ത് തുടങ്ങിയിട്ടുണ്ട്. നല്ല തോനെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ചപ്പും ചവറും ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി അതെല്ലാം തൂത്ത് കളയുന്നതാണ് പരിപാടി. ഏകദേശമൊക്കെ തൂത്ത് ഒതുക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ അമ്മൂസും വൈഫും കൂടി ചേർന്ന് അതെല്ലാം തൂത്ത് ഒതുക്കി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഞായറാഴ്ചത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി കുരുമുളക് പറിക്കാൻ. ഇതാ കണ്ടില്ലേ, നമ്മുടെ വീടിന് ചുറ്റും മരങ്ങളും ചെടികളും ഒക്കെ ആയിട്ട് നല്ല ശാന്തമായൊരു അന്തരീക്ഷമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കുടിവെള്ള കിണർ. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ചുറ്റുമെല്ലാം നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മ്യാമനാണ്. നമ്മുടെ മ്യാമൻ്റെ വീടും മേളിലാണ്.
ഈ നിൽക്കുന്ന ചേച്ചിയാണ്. അപ്പോൾ എല്ലാവരും അടുത്തടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വീടും പരിസരമൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. ആ കാണുന്നതാണ് നമ്മുടെ വീട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കാട്ടിന് നടുക്കാണോ വീടെന്ന്. അല്ല, നല്ല നല്ല മരങ്ങളും നല്ല കാറ്റും നല്ല ശാന്തതയും നല്ല തണലൊക്കെ ഉള്ളൊരു വീടാണ് ഞങ്ങളുടേത്. അപ്പോൾ ചുറ്റും മരങ്ങളാണ്. വാഴ, തെങ്ങ്, ചീനി, മുളക്, വെണ്ടയ്ക്ക, കുരുമുളക്, ചേമ്പ്, ചേന, പപ്പായ, മാങ്ങ, നെല്ലിക്ക, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. നല്ല ചൂടുണ്ട്. അങ്ങനെ ഞാനും അമ്മൂസും ക്ഷീണിച്ച് ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്കും ഞങ്ങളുടെ ചാനലിനും സപ്പോർട്ട് നൽകുന്ന എല്ലാവർക്കും 1000 നന്ദി.